എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബിസിനസ് ഐഡിയാസിനെ പറ്റി വീഡിയോ ഇട്ടപ്പം അതിനകത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് ഒരു വീഡിയോ ചെയ്തേക്കാം. വേറൊന്നുമല്ല, അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയുള്ള കേട്ടോ ഈ ഒരു വീഡിയോ. വേറൊന്നല്ല, നമ്മുടെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റിയ 2 ഫ്രീ ആയിട്ടുള്ള ആപ്സിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ആപ്പിനെ പറ്റി എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു കേട്ടോ. ഞാൻ ജസ്റ്റ് പുതിയതായിട്ട് ചാനൽ തുടങ്ങാനും ഇങ്ങനെ ഒരു ആപ്പിനെ പറ്റി അറിയത്തില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ബിഗിനർ ആയിട്ടുള്ളവർക്ക് വേണ്ടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റെപ്സ് ആയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. 2 ആപ്സ് ഉണ്ട്. ഫസ്റ്റ് പറഞ്ഞ VN, രണ്ടാമത്താണ് ഇൻഷോട്ട്. ഇതിൽ VN ആണ് ഏറ്റവും കുറവ് ആഡ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്പ് കൂടെ ആട്ടോ VN. അപ്പോൾ ഇതിൽ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇതിനിടയ്ക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ VN ആണ്. ഇതാണ് VNന്റെ സിമ്പിൾ. നമ്മൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി VN സെർച്ച് ചെയ്ത് നമുക്ക് ഈ ആപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ VN ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ക്രീൻ ആണ് വരുന്നത്. ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ ആട്ടോ, എഡിറ്റ് ചെയ്തിട്ട് വീഡിയോസ് ആണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാണ്ട് താഴത്തെ പ്ലസ് സൈൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇതുപോലെ ഒരു പേജ് വരും. ഇതിൽ ന്യൂ പ്രോജക്റ്റ് എന്നുണ്ട്, പിന്നെ 64 റിമൈനിങ് എന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമുക്ക് ടോട്ടൽ 100 വീഡിയോസ് ആണ് ഫ്രീ ആയിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. പേടിക്കണ്ട, 100 ആയാലും നമ്മുടെ പഴയ വീഡിയോസ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമുക്ക് ഫസ്റ്റ് തൊട്ട് തന്നെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ന്യൂ പ്രോജക്റ്റിനുള്ള ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് പോകും. ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്: ഓൾ, വീഡിയോ, ഫോട്ടോസ്. ഓൾ എന്ന് പറഞ്ഞാൽ വീഡിയോസും ഫോട്ടോസും മിക്സ്ഡ് ആയിട്ട് കിടക്കും. ഇനി വീഡിയോ മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ വീഡിയോ ക്ലിക്ക് ചെയ്യുക, ഫോട്ടോസ് മാത്രമാണ് ഫോട്ടോസിലും. ഇനി നമുക്ക് എത്ര വീഡിയോസ് ആണ് വേണ്ടി അത്രയും വീഡിയോസ് സെലക്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഇവിടെ ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1, 2, 3 എത്ര വീഡിയോസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ പ്രോസസ്സ് ചെയ്ത് ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇനി ഈ വീഡിയോയുടെ ലാസ്റ്റ് നമുക്കൊരു ബ്ലാങ്ക് കളർ കാണാൻ പറ്റും. വേറൊന്നുമല്ല, നമ്മുടെ വീഡിയോ കഴിഞ്ഞ് നമുക്ക് വേണം നമ്മുടെ ചാനലിന്റെ പേരോ അല്ലെങ്കിൽ താങ്ക്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് അതങ്ങ് പൊക്കോളും. ഇനി നമുക്ക് ഇതിൽ ഓരോ എഡിറ്റ് ഞാൻ എല്ലാം ഒന്നും പറഞ്ഞിരുന്നില്ല. അത്യാവശ്യം ബിഗിനർ ആയിട്ടുള്ളവർക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എന്തൊക്കെ വേണോ അത് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ താഴെ വോളിയത്തിൻ്റെ ഒരു സൈൻ ഉണ്ട്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓഫ് ആവും. വീണ്ടും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൺ ആവും. താഴെ ഒരു യെല്ലോ കളർ ഉണ്ട്, അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും ഓൺ ആവുന്നു ഓഫ് ആവുന്നു. ഇനി അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഫിൽറ്റർ ആണ്. ഫിൽറ്റർ എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. നമ്മുടെ വീഡിയോയിൽ അല്ല ഫോട്ടോയിൽ നമുക്ക് ഫിൽറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്യാം. പല കാറ്റഗറി ഉണ്ട്: ഫുഡ്, ലൈഫ്, എസ്തെറ്റിക്, അങ്ങനെ പറഞ്ഞ് പല കാറ്റഗറി ഉണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ എന്ന് വെച്ചാൽ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ HD എഫക്റ്റ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മുടെ വീഡിയോയിൽ അല്ല ഫോട്ടോസിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ഫിൽറ്റേഴ്സ് ഒക്കെ കൊടുത്തതിൻ്റെ താഴെ നമുക്ക് അപ്ലൈ ടു ഓൾ എന്നുള്ളതുണ്ട്. വേറൊന്നല്ല, നമ്മളിപ്പോൾ ഒന്നിൽ കൂടുതൽ വീഡിയോസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ സെലക്ട് ചെയ്ത ഫിൽറ്റർ എല്ലാ വീഡിയോസിനും വരണമെന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്ലൈ ടു ഓൾ. അല്ല ഒരൊറ്റ വീഡിയോയ്ക്ക് മാത്രമേ ഈ ഫിൽറ്റർ വന്നാൽ മതി എങ്കിൽ ആ സിംഗിൾ ടിക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അടുത്ത ഫീച്ചർ ആണ് ട്രിം എന്നുള്ളത്. ഈ ട്രിം എന്നുള്ള എല്ലാവർക്കും തന്നെ അറിയാം. നമുക്കിപ്പോൾ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് ഭാഗം മാത്രം നമുക്ക് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഏത് ഏരിയ ആണ് വേണ്ടി ആ ഏരിയയിലേക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ താഴെ കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ ആദ്യത്തെ 10 സെക്കൻഡ് മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ 10 സെക്കൻഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ആ ടിക്കിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 10 സെക്കൻഡുള്ള വീഡിയോസ് സേവ് ആവും. ഇനി അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്പീഡാട്ടോ. സ്പീഡ് 2 ഓപ്ഷൻ ഉണ്ട്: കേർവ്, റെഗുലർ. കേർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഗ്രാഫ് പോലെ തന്നെ ആ വീഡിയോയുടെ ചില ഭാഗം ഇതുപോലെ സ്പീഡ് കൂടിയും ചില ഭാഗം സ്പീഡ് കുറഞ്ഞും കിട്ടുന്നതാണ് നമ്മൾ ഈ കേർവ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ കേർവ് യൂസ് ചെയ്യാറില്ല, കാരണം എൻ്റെ വീഡിയോസിനെല്ലാം ഒരേ സ്പീഡ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും റെഗുലർ യൂസ് ചെയ്യുന്നത്. റെഗുലർ ആകുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്പീഡ് നമ്മൾ ആ വീഡിയോയിൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഡ്യൂറേഷൻ ഉള്ളത് നമ്മളെ ഒറിജിനൽ വീഡിയോയുടെ ലെന്ത് ആട്ടോ, 49 സെക്കൻഡ് എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ 49 സെക്കൻഡ് എന്നുള്ളത് 29, 22 അങ്ങനെ നമുക്ക് കുറഞ്ഞ് കിട്ടുന്ന കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് എത്ര സെക്കൻഡാണ് വേണ്ടി അവിടെ വെച്ചിട്ട് ക്ലിക്ക് കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞാൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്: വോളിയം. വോളിയം ഞാൻ എപ്പോഴും ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത് 100 ആയിരിക്കും. അല്ല നിങ്ങൾക്ക് ഇനിയും വോളിയം കൂട്ടുന്നുണ്ടെങ്കിൽ 150 വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ താഴെ BGM വോളിയം ഉണ്ട്. അത് വേറൊന്നുമല്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും. അത് എപ്പോഴും തന്നെ മ്യൂട്ട് ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് വോളിയത്തിൻ്റെ ഓപ്ഷൻ. പിന്നെ നമുക്ക് വേണം റേഷ്യോ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പല ഇതുണ്ട്. ഇപ്പം നമ്മൾ കിടക്കുന്ന ഒറിജിനലാണ്. വേണമെങ്കിൽ നമുക്ക് യൂട്യൂബിൻ്റെ ആണെങ്കിൽ 16:9 കൊടുക്കാം, അല്ലെങ്കിൽ 9:16. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ റേഷ്യോ ഉണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ റേഷ്യോ സെലക്ട് ചെയ്യുക, എന്നിട്ട് ടിക്ക് കൊടുക്കുക. ഇനി നമുക്ക് പിന്നെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും.
പിന്നെ ഞാൻ വേറെ ഓപ്ഷൻസ് ഒന്നും യൂസ് ചെയ്യണില്ല. ഇതൊക്കെ തന്നെ അത്യാവശ്യം യൂസ് ചെയ്യുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. അവർ തന്നെ കുറേ കളേഴ്സ് പ്രൊവൈഡ് ചെയ്യും. അല്ല നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് വേറെ എന്തെങ്കിലും ഇമേജ് കൊടുക്കാനാണെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് പോയി ഇതുപോലെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആണ് കേട്ടോ. ഞാൻ മെയിനായിട്ട് വോളിയം, സ്പീഡ് അല്ലെങ്കിൽ ട്രിം ചെയ്യാനുള്ളത് അങ്ങനെയൊക്കെയാണ് കൊടുക്കാറ്. പിന്നെ ഇനി അടുത്ത് നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. അപ്പം നമുക്ക് തോന്നി ഇതിൻ്റെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ വേറൊരു വീഡിയോ ആഡ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ, ഫോട്ടോയോ ആഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മുടെ ആദ്യം ആഡ് ചെയ്തേക്കും. ഇനി നമുക്കത് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നിങ്ങൾക്ക് വീഡിയോ അല്ല ഫോട്ടോ ആണ് അറ്റാച്ച് ചെയ്യേണ്ടതെങ്കിൽ ഫോട്ടോയുടെ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ആ ഫോട്ടോ ഇങ്ങനെ വന്ന് അറ്റാച്ച് ആയിക്കോളും. എന്നിട്ട് പ്ലേ ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ കൂടെ ഇതുപോലെ പ്ലേ ആയിക്കോളും. ഇനി നമുക്ക് ഇതൊന്നും വേണ്ടാത്തതുകൊണ്ട് അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് വീഡിയോ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എൻഡിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ആ വീഡിയോയുടെ എൻഡിൽ വന്നിട്ട് ആ പ്ലസ് സൈനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ പോലെ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതാ ഇതുപോലെ നമ്മുടെ അതിൻ്റെ എൻഡിലും പ്ലേ ആയി കിട്ടും. ഇനി നമുക്ക് അതെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഉള്ളത് ഫോട്ടോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോയിൽ ഫോട്ടോസ്, സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗാലറിയിൽ പോയിട്ട് ഏത് ഫോട്ടോയാണ് വേണ്ടി അത് ഇതുപോലെ നമുക്ക് കിട്ടും. അതിനെ നമുക്ക് ചെറുതാക്കാം, വലുതാക്കാം. എന്നിട്ട് എവിടെയാണ് വേണ്ടി അത് നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്ക് വേണ്ട സ്ഥലത്ത് കൊണ്ട് വെക്കാം. എന്നിട്ട് നമുക്ക് അത് എത്ര നേരം ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ജസ്റ്റ് ആ ഫോട്ടോയിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് നമുക്ക് എത്ര ടൈം വേണോ അത്രയും ടൈം കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത്ര കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പ്ലേ ആക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ ആ ഒരു കൊടുത്ത ടൈം കഴിഞ്ഞാൽ ഫോട്ടോ അവിടെ നിന്ന് പോകും. അത് നമ്മൾ എത്ര ടൈമാണ് കൊടുത്തത് അത്രമാത്രം അവിടെ നിൽക്കുള്ളൂ. പിന്നെ നമുക്ക് സ്റ്റിക്കേഴ്സിൽ ഇവിടെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് നമുക്ക് വേണ്ട സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് കിട്ടും. അപ്പം നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ സ്റ്റിക്കർ വരും. നേരത്തെ ഫോട്ടോ പോലെ തന്നെ നമുക്ക് അതിൻ്റെ വലിപ്പം കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ഇഷ്ടമുള്ളിടത്ത് കൊണ്ട് വെക്കാം. അത് ഇതുപോലെ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്ലേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ കൊടുത്ത ടൈമിൽ ആ ഒരു സ്റ്റിക്കർ വരും. എന്നിട്ട് നമ്മൾ അതിന് കൊടുത്ത ടൈം കഴിയുമ്പോൾ ആ സ്റ്റിക്കർ അവിടെ നിന്ന് ഇങ്ങനെ പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഫോട്ടോസ്, സ്റ്റിക്കേഴ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടെസ്റ്റ് ആട്ടോ. അപ്പോൾ ടെസ്റ്റ് കൊടുക്കുന്നതിന് നമ്മൾ വീഡിയോസിൽ കാണാമല്ലേ നമ്മൾ ടോപ്പിലായിട്ട് ടെസ്റ്റ് ഒക്കെ കൊടുക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ കൊടുക്കാൻ വേണ്ടി ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഒരു ടൈറ്റിൽ എടുത്തു, സാധാ നമ്മൾ നോർമൽ ബോഡി. എന്നിട്ട് ഞാൻ ഇതുപോലെ ബാഗിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിത് ഇഷ്ടമുള്ളിടത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഹെഡിങ് ആയിട്ട് കൊടുക്കണമെങ്കിൽ വീണ്ടും ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഹെഡിങ് ഓപ്ഷൻ കൊടുക്കാം. അപ്പം നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഐറ്റം കുറച്ചുകൂടി വലുതായിട്ട് കിട്ടും. പിന്നെ താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സ്പേസ് കൂട്ടാൻ പറ്റും, സൈസ് കൂട്ടാൻ പറ്റും, നമ്മൾ കൊടുത്ത ടെക്സ്റ്റിൻ്റെ എഫക്റ്റ് മാറ്റാം, കളർ മാറ്റാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ടിക്കിൻ്റെ ഒരു സൈൻ ഉണ്ടല്ലോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സേവ് ആയിക്കോളും. എന്നിട്ട് നമ്മൾ നേരത്തെ ഫോട്ടോസ് അല്ലെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത പോലെ നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാനും പറ്റും കേട്ടോ. ഈ ടെസ്റ്റിനും ടൈമിംഗ് ഉണ്ട്. നമ്മുടെ വീഡിയോയിൽ എത്ര നേരം ഈ ടെസ്റ്റ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് നിൽക്കണമെന്ന് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് ഇതുപോലെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് നമ്മൾ കാണിക്കും. ഇനി നമ്മുടെ ലാസ്റ്റ് ഓപ്ഷനാണ് മ്യൂസിക് അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആ മ്യൂസിക്കിൻ്റെ സിമ്പിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ 3 ഓപ്ഷൻ കിട്ടും. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ള മ്യൂസിക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് മ്യൂസിക് ഒക്കെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് മ്യൂസിക്കാണ് വേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ അതിൻ്റെ താഴെ നമുക്ക് ഈ മ്യൂസിക് മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞ് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് നമ്മുടെ യൂട്യൂബിലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല നമുക്ക് നമ്മുടെ മൈ മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിലുള്ള വീഡിയോയുടെ ഓഡിയോ ഒക്കെ നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ലിങ്കിലുള്ള മ്യൂസിക് ആണെങ്കിൽ അത് ആഡ് ചെയ്യാം. എക്സ്ട്രാക്ട് ഫ്രം വീഡിയോ എന്നുള്ളതാണെങ്കിൽ ഏതെങ്കിലും വീഡിയോയിലുള്ള ഓഡിയോ അല്ലെങ്കിൽ മ്യൂസിക് ആണെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളൊരു ഓപ്ഷനാണ് ഫയൽ ആപ്പ് എന്നുള്ളത്. അതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് നമുക്കിപ്പോൾ ഡ്രൈവിലൊക്കെ എന്തെങ്കിലും മ്യൂസിക് കിടക്കുകയാണെങ്കിൽ അത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഫയൽ ആപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഓഡിയോ യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ നമുക്ക് മ്യൂസിക് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്താലും മതി. അപ്പോൾ ഈ മ്യൂസിക്കിൽ നിന്ന് ഉള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഈ ആപ്പിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്താണ് എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ. എഫക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ നേരത്തെ പോലെ നമുക്ക് ഫയലിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ഓപ്ഷനാണ് റെക്കോർഡ് എന്നുള്ളത്. റെക്കോർഡ് എന്നുള്ളത് നമുക്ക് നമ്മുടെ ഓൺ വോയിസ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ എവിടെയാണോ നമുക്ക് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് ഇത് ആ ഒരു ലൈൻ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ആ റെഡ് കളറുള്ളൊന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ടൈമർ കാണിക്കും.
എന്നിട്ട് നമുക്ക് നമ്മുടെ വോയിസ് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വോയിസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല ട്ടോ. അതാണ് ഇപ്പൊ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചത്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടത്ര വോയിസ് കൊടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടി ആ ടിക്ക് സൈനിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ഓടി വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ കൊടുക്കാനുള്ളത്. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് സേവ് ചെയ്യോ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയോ ചെയ്യാം. അപ്പം നമുക്ക് ടോപ്പിലായിട്ടാണ് അതിനുള്ള ഓപ്ഷൻ ഉള്ളത്. ടോപ്പിൽ വീണ്ടും നമുക്ക് റേഷ്യോ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഈ ആപ്പിൽ തന്നെ സേവ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ബ്ലൂ കളർ ഉണ്ടല്ലോ അതിൻ്റെ ഇപ്പുറത്തുള്ള ആ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്പിലേക്ക് സേവ് ആയിക്കോളും. ഇനി നമുക്ക് ആപ്പിലേക്ക് സേവ് ചെയ്യാണ്ട് ഡയറക്റ്റ് നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാനാണെങ്കിൽ ആ മുകളിലേക്കുള്ള എക്സ്പോർട്ടിൻ്റെ ഒരു ബ്ലൂ കളർ ഉണ്ടല്ലോ ടോപ്പിൽ, അത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലത്തെ ഒരു സ്ക്രീൻ വരും. പിന്നെ നമുക്ക് എക്സ്പോർട്ട് സെറ്റിംഗ്സ് ഉണ്ട്. അത് ഓട്ടോയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഓട്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ 4Kയിലാണ് റെസൊല്യൂഷൻ കിടക്കുന്നത്. മാനുവൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ ഏത് റെസൊല്യൂഷനിലാണോ സേവ് ആവേണ്ടത് അത് നമുക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എക്സ്പോർട്ട് ഓഡിയോ ഒൺലി എന്നാണ്. വേറൊന്നല്ല, നമുക്ക് ഈ വീഡിയോ വേണ്ട, വീഡിയോയിലുള്ള ഓഡിയോ മാത്രം മതിയെങ്കിൽ ജസ്റ്റ് അതൊന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ആ ബ്ലൂ കളറിലുള്ള എക്സ്പോർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ സെലക്ട് ചെയ്ത വീഡിയോ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു VNL സിമ്പിൾ സ്റ്റെപ്പ്. ഇൻഷൂട്ടിന് ഞാൻ നെക്സ്റ്റ് വീക്ക് സെക്കൻഡ് പാർട്ട് ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട.